എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഉദയവാനും ശ്രീകലയും ചേർന്നിട്ട് ആ തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ്. ബാലിന്റെ ഗോമതിയുടെ വീട്ടിലേക്ക് പോണം. അപ്പം ചെറുക്കൻ വീട് കാണാനായിട്ട് ഇതുവരെയായിട്ട് അവർ പോയിട്ടില്ല. വീടൊക്കെ ഒന്ന് പോയി കാണാൻ തന്നെ തീരുമാനിച്ചു. അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? തങ്ങൾ ഇതിനായിട്ടും ചെല്ലായിരുന്നിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ പെൺകൊച്ചിനെ അങ്ങോട്ട് കെട്ടിച്ച് വരണ്ടല്ലേ. അപ്പൊ പോകാൻ തന്നെ തീരുമാനിക്കുക. പിന്നീട് ഉദയഭാനുവിനോട് ശ്രീകല പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ആ ബാലനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറ, നമ്മൾ ചെല്ലുന്ന കാര്യം. പിന്നീട് ഉദയഭാനു ബാലന്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. ഈ സമയം ബാലൻ കോൾ എടുത്തേക്കപ്പോ ഉദയഭാനു എന്തായിരിക്കും പോലും വിളിക്കണേ എന്നോർത്ത് കോൾ എടുക്കുവാണ്. പിന്നീട് ചോദിച്ചു, എന്താ സാർ, എന്താ വിളിച്ചെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ നാളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയണ. നാളെയാ? അതെ, വീട് കാണാൻ വേണ്ടി ഞങ്ങൾ ഇതിലായിട്ട് അങ്ങോട്ടേക്ക് വന്നില്ലോ. അപ്പൊ വീടൊന്ന് കണ്ടിരിക്കണമല്ലോ, ഞങ്ങളുടെ പെൺകുച്ചിനെ അങ്ങോട്ട് കെട്ടിച്ച് വിടാനുള്ളല്ലേ നിൽക്കുക. അതെന്താ സാർ, എപ്പോ വേണേലും പോരെ എന്ന് പറയാണ്. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല പറഞ്ഞു, ഒരു കാര്യമുണ്ട്, നാളെ വരണമെങ്കിലേ അതെ കാറ് വിളിച്ചൊക്കെ വേണ്ട നമുക്ക് പോകാൻ നിൽക്കുക. അത് വേണം. അല്ല, കാറ് വിളിച്ചു പോകാനുള്ള പണം ഉണ്ടോ എന്ന് ചോദിക്കണം. പണം നമുക്ക് എങ്ങനെയായാലും സംഘടിപ്പിക്കാം ശ്രീകല എന്ന് പറയാ. അങ്ങനെ നമ്മൾ ചെന്നില്ലെങ്കിൽ നമുക്ക് നാണക്കേടല്ല സംഭവിക്കാൻ പോകുന്നത്. ഇതേ മനുഷ്യ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്നെ കൊണ്ട് കടം മേടിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ എവിടുന്നാന്ന് വെച്ചാൽ ആരോടാണെന്ന് വെച്ചാൽ ചോദിച്ചു മേടിച്ചോണം. അങ്ങനെ ഉണ്ടേ മാത്രം ഞാൻ വരും, ഇല്ല ഞാൻ വരത്തില്ല എന്ന് പറയാണ്. ഇനി ആരുടെ മുന്നിൽ പോയി നാണം കിടാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. നാട്ടുകാരും അല്ലെങ്കിൽ തന്നെ ബന്ധുക്കാരായിട്ടും വീട് കയറി ഇറങ്ങി നിരയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അമ്മാവൻ വന്നിട്ട് എങ്ങനെയാ പറഞ്ഞു വിട്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഇനിയിപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഇങ്ങോട്ട് വരും. ആധാരം എടുത്ത് കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തെടുത്തിട്ട് കൊടുക്കും? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ എന്ന് ചോദിക്കാം. എടി, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ശ്രീകലെ? നമ്മൾ ഈ കല്യാണം നടത്താനായിട്ട് ഇറങ്ങി പുറപ്പെട്ടല്ലേ, എല്ലാം നിങ്ങളുടെ ഒറ്റയൊരുത്തിന്റെ കയ്യിരിപ്പൂല. എന്തൊക്കെ ബിസിനസ് നടത്തി, എല്ലാം പൊട്ടി പാളീസായി പോയില്ലേ. എന്നിട്ടോ വീണ്ടും വീണ്ടും ഓരോ സ്ഥലത്തൊന്നും പണം മേടിച്ച് വീണ്ടും ബിസിനസ് നടത്തി. ഇതിന്റെ വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉറച്ചു നിൽക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഞാനും പിള്ളേരും ഈ അവസ്ഥയിൽ പെടേണ്ടി വരുമായിരുന്നോ? എല്ലാം നിങ്ങൾ ഒറ്റയെടുത്തും കാണണമെന്ന് പറയാണ്. അത് കേട്ട ഉദയഭാനു പറഞ്ഞു, അതേടി ഇപ്പൊ എല്ലാം എന്റെ കുറ്റം തലയിലേക്ക് കെട്ടിവെച്ചോ. ഇപ്പൊ നീ വലിയ പുണ്യാളത്തിയായല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, ഒരു കാര്യം ഞാൻ രണ്ടുപേരോടും കൂടെ പറഞ്ഞേക്കാം. ദേ, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ചതിയെക്കുറിച്ച് അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഈ കല്യാണം ഇവിടെ നിന്നോട് തീരും. പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ഈ ചതിയോട് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം, അവിടെ പോയി പൊങ്ങച്ചം പറയാതെ മര്യാദയ്ക്ക് വന്നേക്കണമെന്ന് പറയാം. ഇത് കേട്ട ശ്രീകല പറഞ്ഞു, അങ്ങനെ പോയിട്ട് പൊങ്ങച്ചം പറയാതെ വരാതിരിക്കാൻ പറ്റുമോ? ഞാനൊന്ന് നോക്കട്ടെ, എന്റെ മോള് പോയി താമസിക്കാനുള്ള വീടല്ലേ നിൽക്കും. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, എന്താണല്ലോ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, സ്വന്തമായിട്ട് വീടില്ലാത്ത നമ്മളെക്കാളും എന്തുകൊണ്ടും ഭേദമായിരിക്കും ആനന്ദേണ്ട വീട്. പിന്നെ അവിടെ പോയിട്ട് വലിയ അഹങ്കാര വർത്താനം പറയാതെ മര്യാദയ്ക്ക് പോരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ കള്ളത്തരം പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി എന്ന് പറയാണ്. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ഇതേ എന്ത് ചെയ്യാനാ, കൂടുതലൊന്നും പറയാനൊന്നും പോകുന്നില്ല. അതോർത്ത് നീ വിഷമിക്കണമെന്നും വേണ്ടാന്ന് പറയാണ്. ഉദയഭാനു ശ്രീകലം വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ നേരെ ഗോമതിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുവാണ്. പിന്നീട് ഗോമതിയുടെ ഗോമതി, അതെ നാളെ ഉദയഭാനു സാറിന്റെ വീട്ടിൽ നിന്ന് അവര് വരുന്നുണ്ടെന്ന് പറയാണ് പെണ്ണുവീട് കാണാനായിട്ട്. നാളെയാ? അതെ. അയ്യോ, ഞാനൊരു ഒരുക്കങ്ങളും നടത്തിയിട്ടില്ലല്ലോ. അതിനിപ്പോ എന്തൊരുക്കാനാ? അല്ല, വീടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി എല്ലാം കാര്യങ്ങളൊക്കെ നടത്തേണ്ടതെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ വേണം എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മീനാക്ഷിയും കൂടെ വരികയാണ്. മീനാക്ഷിയോട്, മോളെ നാളെ നീ ഓഫീസിൽ പോകണ്ടെന്ന് പറയണേ. ഓഫീസിൽ പോകണ്ട, അച്ഛൻ എന്താ പറയണെന്ന് ചോദിക്കും. അതെ, നാളെ പോകണ്ട, നാളെ ഉദയഭാനുവിന്റെ വീട്ടിൽ നിന്ന് അവര് കാണാൻ വരുന്നുണ്ട്, വീട് കാണാൻ വരുന്നുണ്ട്, ആ സമയത്ത് നീ ഇവിടെ വേണമെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ടേക്ക് പോവാ. ഗോവിന്ദയോട് പറഞ്ഞ്, എന്തെങ്കിലുമൊക്കെ വേണേ പറഞ്ഞാൽ മതി, ഞാൻ മേടിച്ചോണ്ട് വരാമെന്ന് പറയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് ആകെപ്പാടെ വിഷമായി. കാരണം കഴിഞ്ഞ ദിവസം ഒരു ലീവ് എടുത്തു, അത് കൂടാതെ നാളെ ലീവ്. ആന്തേന്റെ കല്യാണം എന്ന് പറഞ്ഞ് എത്ര ലീവാ എടുക്കുന്നത്? അങ്ങനെ അതേ ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല. അച്ഛന്റെ വിചാരം താൻ കടയിൽ പോയിട്ട് വെറുതെ ആരോടും ചോദിക്കാതെയും പറയാതെയും പോരുന്ന പോലെയാന്നാ. അതങ്ങനെ പറ്റില്ലല്ലോ. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായിപ്പോയി. പിന്നീട് മീനാക്ഷി അകത്തേക്ക് ചെല്ലുമ്പോഴത്തേനും അവിടെ ആകാശം ഉണ്ടായിരുന്നു. ആകാശിനോട് എന്നിട്ട് മീനാക്ഷി പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞാലേ എപ്പോഴും എനിക്ക് ഇങ്ങനെ ലീവ് എടുക്കാൻ പറ്റില്ലെന്ന് പറയണം. ലീവ് എടുക്കാനോ എന്തിനും? നാളെ ആനന്ദേന്റെ വീട്ടിൽ നിന്ന് ശ്രീദേവിയുടെ വീട്ടിൽ നിന്ന് പെണ്ണു വീട് ചെറുക്കൻ വീട് കാണാൻ വരുന്നുണ്ടെന്ന്. അപ്പം നമ്മളിവിടെ വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തണം. അതുകൊണ്ട് നാളെ ഞാൻ ഓഫീസിൽ പോകാൻ പാടില്ലെന്ന്. ഇത് കേട്ടതും ആകാശ് പറഞ്ഞു, അതിനെന്തിനാ നീ പോകാതിരിക്കുന്നേ? എനിക്കറിയില്ല ഞാൻ എന്തിനാ പോകാതിരിക്കണേന്ന്. ഇവിടെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടല്ലോ. എന്നെ കാണാൻ വരുമെന്നൊന്നുമല്ലോ, എന്നെ പെണ്ണ് കാണാൻ വരുമെന്നല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കണേ? അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ അത് കുറ്റമായിട്ട് തോന്നും. ദേ ആകാശെ, എന്നെയൊക്കെ പറ്റില്ല എന്ന് പറയാണ്. എനിക്ക് നാളെ ഓഫീസിൽ പോകണമെന്ന് പറയാം.
അത് പിന്നെ എങ്ങനെയാ മീനു, അച്ഛൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും അച്ഛനുണ്ട്. ഒരു വലിയ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുവാന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഉണ്ടോ? അതിന് എന്താ കണ്ടിട്ട് പോട്ടെ, ഈ വീടും കണ്ടിട്ട് പോട്ടെ, ഞാൻ ഇവിടെ ഇരിക്കേണ്ട ഒരു കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി പെറുപുറത്തോണ്ട് അങ്ങോട്ട് പോവാണ്. ആകാശിന് മനസ്സിലായി ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മീനാക്ഷി നല്ല കട്ടക്കലിപ്പിലാണ്. അല്ലെ തന്നെ കഴിഞ്ഞ ദിവസം ലീവ് എടുത്തതിന്റെ പേരിൽ അവള് തന്നെ കുറെ ചീത്ത പറഞ്ഞാണ്. ഇനി ഇതിനു വേണ്ടി എന്താണോ അവ കേൾക്കുന്നത് എന്നൊരു ചിന്ത ആകാശിന്റെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ ശ്രീകലെ ഉദയഭാനും ഒക്കെ വീട് കാണാൻ വരുവാണ്. അപ്പം വലിയ കാറൊക്കെ വിളിച്ചാ വരുന്നേ. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഗോമതിയും ബാലനും ഒക്കെ സ്വീകരിക്കാണ്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. ആ സമയത്ത് കൃഷ്ണമംഗലത്ത് രാജശ്രീ നിപ്പുണ്ടായിരുന്നു. രാജശ്രീ കണ്ട് അവരങ്ങോട്ട് വന്ന് കയറുന്നേ. രാജശ്രീക്ക് മനസ്സിലായി ഇത് മിക്കവാറും കെട്ടാൻ പോകുന്ന ആ പെണ്ണിന്റെ വീട്ടുകാരായിരിക്കും. പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോയിട്ട് അച്യുതനെ വിളിക്കണം. അച്യുതേട്ടെ ഇങ്ങോട്ട് വരാൻ പറയണേ. എന്താ ഇതെങ്ങോട്ട് നോക്കിയേ, ദേ വന്ന് പോകുന്ന ആരാന്ന് നോക്കാൻ പറയണം. ഇതാ ഉദയഭാനു അല്ലേന്ന് ചോദിക്കുകയാണ്. അവരെന്തിനാ പോലെ ഇങ്ങോട്ട് വന്നേ? ഒരു പക്ഷെങ്കിൽ വീട് കാണാൻ വന്നാണെന്ന് പറയാൻ പറ്റില്ല. ഇതേ എങ്ങനെയെങ്കിലും കല്യാണം ഒന്ന് മുടക്കണം കേട്ടോ. കണ്ടോ അവര് വന്ന് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടോ അച്ഛൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് രാജശ്രീ, ഉറപ്പായിട്ട് ഈ കല്യാണം മുടങ്ങിയിരിക്കും. കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ അല്ലേ പറയണെന്ന് ചോദിക്കുകയാണ്. പിന്നീട് അകത്തേക്ക് ആനയിച്ചുകൊണ്ട് പോവാണ്. ബാലനും ഗോമതിയൊക്കെ അങ്ങനെ ഇരുന്ന് അകത്തിരിക്കാൻ പറയണം. ഈ സമയത്ത് ശ്രീകല അവിടെ എല്ലാം നോക്കുന്നുണ്ട്. ഇങ്ങനെ തങ്ങളുടെ വലിയ കൊട്ടാരം പോലെയുള്ള വീടല്ലേ, അപ്പൊ ഇത് ചെറിയ വീടല്ലേ എന്നുള്ള രീതിയിലൊരു നോട്ടമൊക്കെയാണ് നോക്കുന്നത്. മീനാക്ഷിക്ക് ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോ അത്രയ്ക്കാൻ കൂടെ ദഹിച്ചില്ല. നല്ല ദേഷ്യമായിരുന്നു. പണത്തിന്റെ അഹങ്കാരം, അതിന്റെ കുങ്ക് ഇവരെ മിക്കവാറും ഇനി ഇവരുടെ ഈ തള്ളലും കേൾക്കേണ്ട വരുമല്ലോ എന്ന് ഓർത്തോണ്ട് മീനാക്ഷി ഇങ്ങനെ നിൽക്കുവാണ്. പിന്നീട് ശ്രീകല വെച്ച് പഴയ വീടല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടതും ഗോമതി അത്ര പഴയ വീടൊന്നും അല്ലെന്ന് പറയാണ്. കണ്ടാൽ ഇത്തിരി വലുപ്പമൊക്കെ തോന്നും, പക്ഷെ അകത്ത് കയറിയപ്പോ അത്ര വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാന്നാ തോന്നണേന്ന് പറയാം. പിന്നീട് ഉദയനോട് പറഞ്ഞു, അതെ ഞാൻ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അകത്തേക്കൊക്കെ കൊണ്ട് കയറി പോവാണ്. അങ്ങനെ ഓരോ മുറികളിലൊക്കെ കയറി നടക്കുവാണ്. അപ്പോഴേക്കും ആനന്ദ് അങ്ങോട്ട് വന്നു. ആനന്ദിനെ കണ്ടു വെച്ചു, അല്ല ഇതാണോ മോന്റെ മുറിന്ന് ചോദിക്കുകയാണ്. അല്ല ഇത് പിന്നെ എന്റെ ധർമ്മമാമന്റെ എല്ലാവരുടെയും കൂടെ മുറിയാണ്. അപ്പൊ മോന് സ്വന്തമായിട്ട് മുറിയില്ലേന്ന് ചോദിക്കാം. അത് പിന്നെ ഞാനും ആരും ഞങ്ങളെ ഒരുമിച്ചാ കിടന്നുകൊണ്ടിരുന്നേ. പിന്നെ ആരിനും ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് കിടന്നുകൊണ്ടിരുന്നത്. പിന്നീട് ആകാശിന്റെ ആരിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ സ്വന്തമായിട്ടൊരു മുറി എടുത്തിത്. ഇപ്പം ഞാനും മാമനോടെ കിടക്കണേന്ന് പറയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് ശ്രീകല പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, ഇത്ര വലിയ വീടായിട്ട് ഇവിടെ ഒരു സ്വന്തമായിട്ടൊരു മുറി പോലും ഇല്ലേ മക്കൾക്കെന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് ശ്രീകല താഴേക്ക് ഇറങ്ങി വരുവാണ്. താഴേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ ഗോമതി, ഈ വീട്ടിൽ ആനന്ദിന് സ്വന്തമായിട്ടൊരു മുറി പോലും ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ ബാലനും ഗോമതിയും പരസ്പരം നോക്കുകയാണ്. പെട്ടെന്ന് ഗോമതി പറഞ്ഞ, അല്ല അത് പിന്നെന്ന് പറഞ്ഞാലേ നേരത്തെ ഇവരെല്ലാരും കൂടെ കുട്ടികളെല്ലാം ഒരുമിച്ച് കിടന്നൊക്കെ അല്ലേ വളർന്നേ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരുടെയും അടുത്തടുത്തല്ലേ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ മുറി കൊടുത്തു. ഇപ്പൊ ആനന്ദിന്റെ വിവാഹം നടക്കാത്തോണ്ടാന്ന് പറയാണ്. ഓഹോ അങ്ങനെയാണല്ലേ, എന്നാലും അതെങ്ങനെ ശരിയാന്നേ. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ആനന്ദിന് സ്വന്തമായിട്ട് മുറി വേണ്ടേ. അതും മുറിയിലൊക്കെയാണ് അത്ര സൗകര്യങ്ങളൊക്കെ പോരാ, ചെറിയ കുടിസ് മുറികളൊക്കെ ആണല്ലോ എന്ന് പറയാ. ഞങ്ങളുടെ മോള് അറിയാലോ അത്ര സൗകര്യത്തിൽ വളർന്ന പെൺകുട്ടിയാ, പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. അങ്ങനെ അവൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും അവൾക്ക് ഇവിടെ അസൗകര്യം തോന്നരുത്. അത് മാത്രല്ല ഈ വീടൊക്കെ ഒരുമാതിരി പൊടി പിടിച്ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് പെയിന്റ് ചെയ്തൊന്ന് വൃത്തിയാക്കണമെന്ന് പറയാണ്. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, അതെ കല്യാണത്തിന് മുമ്പ് അങ്ങനെയൊക്കെ ചെയ്യാന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇരിക്കണേന്ന് പറയാണ്. ആനന്ദ് ഈ സമയത്ത് ഇങ്ങനെ ആലോചിക്കുക, എന്റെ ഭഗവാനെ ഇനിയിപ്പോ ഇവര് വേണ്ടതെങ്ങാനും പറയാ വിവാഹം, അവർക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. പെട്ടെന്ന് ഉദയഭാനു പറഞ്ഞു, അല്ല ഞങ്ങൾ ഇത് പറഞ്ഞോളൂ കേട്ടോ, ഞങ്ങളുടെ മോളുടെ സേഫ്റ്റി നോക്കേണ്ട ഞങ്ങളുടെ കാര്യമല്ലേ. അവളെ ഒരു വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോ ആ വീടല്ലേ ഞങ്ങൾ നോക്കേണ്ടതല്ലേ. അതുകൊണ്ടാ ഒരു പക്ഷെ ഇവിടുത്തെ പെൺകുട്ടിയായിരുന്നെങ്കിൽ ഞങ്ങൾ നോക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകല്ലേ. പക്ഷെ ഒരു പെൺകുട്ടീനെ ഇങ്ങോട്ട് പറഞ്ഞു കൊണ്ട സമയത്ത് നമ്മൾ ചെന്ന് ജീവിക്കുന്ന സാഹചര്യം കൂടെ നോക്കണ്ടേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. പിന്നീട് ഉദയഭാനു പറഞ്ഞു, അത് മാത്രമല്ല എത്ര പേര് ഈ കല്യാണം മുടക്കാൻ നോക്കിയെന്ന് പറയാണ്. അപ്പോഴേക്കും ഗോമതിന്റെ അകത്തേക്ക് പോവാണ്. അകത്തേക്ക് പോയിട്ട് അവർക്ക് കുടിക്കാനുള്ള ജ്യൂസൊക്കെ എടുത്തോണ്ട് വരുവാണ്. അങ്ങനെ ജ്യൂസൊക്കെ കൊടുത്തു. പിന്നീട് ഗോമതിയെ നോക്കിക്കൊണ്ട് ശ്രീകല പറഞ്ഞു, കുറെ ആൾക്കാർ വന്നാ എന്തിനേറെ പറയുന്നു, വണ്ടി വിളിച്ചു തന്നെ ആൾക്കാർ വന്നാ ഈ കല്യാണം മുടക്കാനായിട്ട്. എന്തൊക്കെ കഥകൾ അവര് കെട്ടി പറഞ്ഞെന്നറിയോ, ഉണ്ടാക്കി പറഞ്ഞെന്നറിയോ. പക്ഷെ ഞങ്ങളതൊന്നും വിശ്വസിച്ചില്ല. ഞങ്ങൾക്ക് ബാലനെ ഗോപന്തിനെയൊക്കെ വിശ്വാസമായിരുന്നു പറയണം. ഇത് കേട്ടപ്പോൾ ബാലൻ ഒന്നുകൂടെ അങ്ങോട്ട് ഞെളിഞ്ഞിരിക്കുകയാണ്. ബാലൻ പറഞ്ഞു, സാറ് കേട്ട കാര്യങ്ങളൊന്നും സത്യമല്ല, ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോ സാറിന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടില്ലേന്ന് ചോദിക്കുക. അതെ എല്ലാ കാര്യങ്ങളും എനിക്ക് ബോധ്യപ്പെട്ടു, അതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് നേരിട്ട് വന്നേ, ഒന്നും വിചാരിക്കരുത് കേട്ടോ എന്ന് പറയണം. ബാലൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല എന്ന് പറയണം. അല്ലെങ്കിലും സാറ് വന്ന് കാണണം, സാറിന്റെ മോളെ ഇങ്ങോട്ട് വിടാനുള്ള അല്ലേന്ന് ചോദിക്കുവാണ്. പിന്നീട് കുറെ സമയം കൂടെ അവർ സംസാരിച്ചിരുന്നിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്.
പിന്നീട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് നല്ല കട്ട കലിപ്പ്. മുറി ചെറുതാണ് പോലും, സൗകര്യം കുറവാണ് പോലും, ഇത്രയൊന്നും പോരെ പോലും. എന്നാൽ പിന്നെ എന്തിനാ ഇവര് ഈ കല്യാണമായിട്ട് മുന്നോട്ട് വന്നേ എന്നൊരു ചിന്തയായിരുന്നു മീനാക്ഷിയുടെ മനസ്സിൽ. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അവര് വന്നിട്ട് പറഞ്ഞു കേട്ടില്ലേ, വീടൊക്കെ ആകെപ്പാടെ മുഷിഞ്ഞിരിക്കാം, ഒന്ന് പെയിന്റ് ചെയ്യണം. ഇനിയിപ്പോ പെയിന്റ് ചെയ്യാതിരിക്കണ്ട, അവർക്ക് ഇനിയിപ്പോ നാണക്കേടായാലോ, അവരുടെ ബന്ധുക്കാരൊക്കെ വരുന്നല്ലേന്ന് ചോദിക്കണം. ആനന്ദ് പറഞ്ഞു, അത് ശരിയാച്ചാ, ഞാനൊന്ന് പറയാനായിട്ടിരിക്കുമായിരുന്നു, പക്ഷെ കുറെ പൈസ ആവില്ലേ, അതിനിപ്പോ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ടാ. ആ സമയത്ത് കോമതി പറഞ്ഞു, അല്ല ഒരു കാര്യം ചെയ്യാം, ഇത്ര ആൾക്കാരല്ലേ ഇവിടെ, എല്ലാവർക്കും കൂടെ കൂടിയിട്ട് കാര്യങ്ങളൊക്കെ നടത്താം, പെയിന്റ് ചെയ്യാനായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങിയാൽ പോരേന്ന് ചോദിക്കാം. ബാലൻ പറഞ്ഞു, അത് ശരിയാ, അതൊരു നല്ല കാര്യമുള്ളതെന്ന് പറയണം. അത്യാവശ്യം വീട് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാന്നൊക്കെ പറയണം. അങ്ങനെ ബാലൻ അതെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് ദേഷ്യം വന്നു. ഒരു കല്യാണമെന്ന് പറഞ്ഞിട്ട് ഇത്രയ്ക്കുണ്ടോ, ഇത്രയ്ക്ക് ഒരുക്കങ്ങള് നടത്തേണ്ട കാര്യമുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് വല്ലാത്തൊരു ദേഷ്യമായിരുന്നു. പിന്നീട് നേരെ മുറിയിലേക്ക് എല്ലുവാണ്. മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര അങ്ങോട്ടേക്ക് വന്നു. മിത്രയെ കണ്ടതും മീനാക്ഷി ഉള്ള ദേഷ്യം മൊത്തം മിത്രയുടെ അടുത്ത് പറയാണ്. അവര് വന്നതും കണ്ടതും പറഞ്ഞിട്ട് പോയതല്ല എല്ലാം കേട്ടുകഴിഞ്ഞാൽ മിത്ര പറഞ്ഞു, പോട്ടെ, അവര് വലിയ വീട്ടിലെ ആൾക്കാരൊക്കെ അല്ലേ, അപ്പൊ അവർക്ക് അവരുടെ മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുമ്പോഴത്തേനും എത്ര കാര്യങ്ങൾ നോക്കാണ്ട്, അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. എന്നാലും ഇത് കുറച്ച് കടന്ന കൈ തന്നെയാന്ന് പറയാണ്. അതിനുശേഷം ആനന്ദും ധർമ്മനും എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷി പറഞ്ഞു, എനിക്കൊരു കാര്യം മാത്രം ആനന്ദനോട് പറയാനുള്ളൂ, എത്രയൊക്കെ സ്നേഹിച്ച് കെട്ടിയാലും കഴിച്ചാലും ആലോചിച്ച് കല്യാണം കഴിച്ചാലും ഒരു കാര്യം മാത്രം നോക്കണം, കെട്ടിക്കൊണ്ടുവരുന്ന പെൺകുട്ടിയുടെ മനസ്സ്, അവളുടെ മനസ്സ് എന്താണെന്ന് അറിയാൻ പഠിക്കണം. അത് മാത്രമല്ല, ഇവിടെ വന്ന് ജീവിതം തുടങ്ങി കഴിയുമ്പോഴത്തേനും അവളുടെ മനസ്സിൽ പല മോഹങ്ങളൊക്കെ കാണുമായിരിക്കും. എല്ലാം ഒന്നും സാധിച്ചു കൊടുത്തില്ലെങ്കിലും കുറച്ചെങ്കിലും ഒന്ന് സാധിച്ചു കൊടുക്കാണ്ട് ശ്രമിക്കണം. അവൾ എന്താ ഏതാ, അവളുടെ മനസ്സിലെ വിഷമം എന്താന്ന് അതൊക്കെ അറിയണം. ഈ പറയുന്ന പണത്തിലോ പ്രതാപത്തിലോ ഒന്നുമല്ല കാര്യം, നമ്മുടെ കൂടെ കഴിയുന്ന നമ്മുടെ ജീവിത പങ്കാളിയുടെ മനസ്സറിയുക, അതാണ് ഏറ്റവും വലിയ കാര്യം. അതെല്ലാവർക്കും ഒന്നും അറിയാൻ സാധിക്കില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മൻ ആകാശിനെ നോക്കുവാണ്. ഇതുവരെയായിട്ട് നീ മീനാക്ഷിയുടെ മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ. ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞല്ല, മീനാക്ഷി എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുക. ഞാൻ കാര്യം പറഞ്ഞ ശ്രീദേവി വന്നു കഴിയുമ്പോഴത്തേനും ശ്രീദേവിനും മനസ്സിലാക്കാനായിട്ട് ആനന്ദേട്ടൻ പഠിക്കണം. അല്ലാതെ ആരെങ്കിലും എന്തേലും പറയുന്നത് കേട്ടിട്ട് അത് ശ്രീദേവിയുടെ തലയിൽ അടിച്ചു വെക്കാനായിട്ട് ശ്രമിക്കരുത്. ഒരു കാരണവശാലും അങ്ങനെ മുന്നോട്ട് പോയിട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലാസ് തന്നെ മീനാക്ഷി എടുക്കുവാണ്. ഇതൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശം അന്തം വിട്ടിരിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.